നെയ്മർ ജൂനിയർ ഈസ് ബാക്ക്. തിരിച്ചുവരവ് അതിഗംഭീര പ്രകടനത്തോടെ നമ്മളെല്ലാവരും വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ മാസങ്ങളായിട്ട് കാത്തിരിക്കുന്ന ആ ഒരു ദിവസം, സൂപ്പർ താരത്തിൻ്റെ ആ ഒരു ദിവസം വന്നെത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച ഒരു ഗോളും ഒരു അസിസ്റ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള ഒരു പ്രകടനവും നമ്മൾ അൽ ഹിലാലിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഫ്രണ്ട്ലി മാച്ചിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ്, അൽ ഫൈഹക്കെതിരെ ഒരു ഫ്രണ്ട്ലി മാച്ചിൽ അദ്ദേഹം ഒരു ഗോളും അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്സിങ്ങിലൂടെ നേടിയിട്ട് മാൽക്കൺ നേടിയ ഒരു ഗോളും, അങ്ങനെ അദ്ദേഹം മികച്ചു നിന്നു ആ ഒരു ഗെയിമിൽ. അങ്ങനെ അദ്ദേഹം കളത്തിലേക്ക് ഏറെ മാസങ്ങൾക്ക് ശേഷം കളത്തിലേക്ക് തിരിച്ചെത്തി. അദ്ദേഹം കുറച്ച് 2024 സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു മികച്ച വർഷമല്ല, അല്ലെങ്കിൽ അദ്ദേഹം 2024 ഫുട്ബോൾ കളിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. രണ്ട് അൽ ഹിലാലിന് വേണ്ടിയിട്ട് 2 മത്സരങ്ങളിൽ സബായിട്ട് ഇറങ്ങി. ആ ഒരു മത്സരങ്ങൾ പോലും അദ്ദേഹത്തിന് കംപ്ലീറ്റ് ആക്കാൻ കഴിയാതെ അദ്ദേഹം കളം വിട്ടു. പിന്നീട് വീണ്ടും അദ്ദേഹം പരിക്കിൻ്റെ പിടിയിലായിട്ട് അദ്ദേഹം കളത്തിന് പുറത്തായിരുന്നു. പിന്നീട് ഇപ്പോഴാണ് ജനുവരിയിൽ അദ്ദേഹം തിരിച്ചെത്തും എന്നുള്ള അപ്ഡേഷനുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നോടിയായിട്ടാണ് അദ്ദേഹം പരിശീലനത്തിന് ഇറങ്ങിയതും ഈ ഒരു 1-2 മത്സരങ്ങൾ ഫ്രണ്ട്ലി മാച്ചുകൾ കളിച്ചതും ആ ഒരു മത്സരത്തിൽ ഗോളടിച്ചതും. അപ്പോൾ നല്ലൊരു ബ്രസീൽ ഫാൻസിനെ അല്ലെങ്കിൽ നെയ്മർ ജൂനിയർ ഫാൻസിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ബിഗ് ന്യൂസ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വക ഒരു ഗോൾ പിറക്കലുമൊക്കെ. ജനുവരി 7-ാം തീയതി നടക്കുന്ന അൽ ഹിലാലിൻ്റെ അൽ ഇത്തിഹാദുമായിട്ടുള്ള മത്സരത്തിൽ കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസ് ക്വാർട്ടർ ഫൈനലിൽ നെയ്മർ ജൂനിയർ കളിക്കുമോ എന്നുള്ള കാര്യത്തിനൊന്നും കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ജനുവരി 11 വരുന്ന മത്സരത്തിൽ, സൗദി പ്രോ ലീഗിലെ മത്സരമാണത്, ആ ഒരു മത്സരത്തിൽ നെയ്മർ ജൂനിയറെ പരിഗണിക്കുമോ പരിശീലകന് എന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ അതിൻ്റേതായിട്ടുള്ള വ്യക്തമായിട്ടുള്ള കൺഫർമേഷൻ ഒന്നും ലഭിച്ചിട്ടില്ല. AFC ചാമ്പ്യൻസ് ലീഗിൽ തന്നെ തുടരുമോ അതോ സൗദി പ്രോ ലീഗിൽ അദ്ദേഹത്തെ കളിപ്പിക്കുമോ പരിശീലകന് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും അദ്ദേഹം കളത്തിലേക്ക് വരവറിയിച്ചു. അദ്ദേഹത്തെ ഇപ്പോൾ ഫ്രണ്ട്ലി മാച്ചുകളിലൊക്കെ കളിപ്പിക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ ഉണ്ട്. പരിശീലകന് ഇങ്ങനത്തെ മാച്ചുകളിലൊക്കെ കളിപ്പിക്കുമ്പോൾ അദ്ദേഹത്തെ കൂടുതൽ മാച്ചുകളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. കാരണം ഇപ്പോൾ അദ്ദേഹം പൂർണ്ണ ഫിറ്റാണ്, കളത്തിലിറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. ഏതൊരു മത്സരത്തിലും ഇറങ്ങാൻ അദ്ദേഹം തയ്യാറായി കഴിഞ്ഞു. ഏതായാലും പരിക്കുകളും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ലാതെ അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് മത്സരത്തിൽ അല്ലെങ്കിൽ കളത്തിൽ തുടരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് നമ്മളെല്ലാവരും, അല്ലേ?